പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. സമാധാനത്തിനായി താൽപര്യമുണ്ടെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ്. അതേസമയം ഹോർമൂസസ് കടലൊടുക്ക് തുറക്കാതെ ഇരുന്നാലും ആക്രമണങ്ങൾ നിർത്താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച ട്രംപ് സമാധാന നിലപാട് സ്വീകരിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ മാറ്റമാണ് സംഭവിക്കുന്നത്. ഇരു രാജ്യങ്ങളും ഏകദേശം ഒരേ ശബ്ദത്തിൽ സംസാരിക്കുന്നത് പോലെ തോന്നുന്ന ഈ സാഹചര്യത്തിൽ ആഗോള വിപണികളിലും അതിന്റെ പ്രതിഫലനം വ്യക്തമായി കാണപ്പെടുന്നു. യുദ്ധം അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷ ശക്തമായതോടെ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ഉണർവാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് യുഎസിൽ ഡൗ ജോൺസ് 1125 പോയിന്റ് ഉയർന്ന വിപണിയിലെ ആത്മവിശ്വാസം സൂചിപ്പിക്കുന്നു. അതോടൊപ്പം S&P 500 സൂചികയുടെ വളർച്ചയും നാസ്ഡാക്ക് 3.81% നേട്ടവും കൈവരിച്ചു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദത്തിലായിരുന്ന ടെക് കമ്പനികൾ വീണ്ടും കരുത്ത് വീണ്ടെടുത്തതും ഈ വളർച്ചയ്ക്ക് കാരണമായി. അതേസമയം യുദ്ധം വൈകാതെ അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷ എണ്ണവിലയിൽ ഇടിവുണ്ടാക്കി. ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് വില 3.18% കുറഞ്ഞ ബാരലിന് $104 മറുവശത്ത് WTI അതായത് US ക്രൂഡ് വില 0.69% മാത്രം ഉയർന്ന $102.1 നിൽക്കുന്നു. എണ്ണവിലയിലെ ഈ സ്ഥിരതയും ഇടിവും ലോക സാമ്പത്തികത്തിന് ആശ്വാസകരമായ സൂചനകളാണ് നൽകുന്നത്. എണ്ണവില കുറഞ്ഞ സാഹചര്യത്തിൽ സാധാരണയായി സ്വർണ്ണവില താഴ്ന്നേക്കുമെങ്കിലും ഇവിടെ വിപരീതമായ പ്രവണതയാണ് കാണുന്നത്. ഡീപ് ബൈയിങ് മൂലം രാജ്യാന്തര സ്വർണ്ണവില ശക്തമായി ഉയർന്നു. ഔൺസിന് $146.37 ഉയർന്ന $4,674.12 ഇതിന്റെ സ്വാധീനം ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും സ്വർണ്ണവിലയിലും ഉടൻ പ്രതിഫലിക്കുമെന്ന് സൂചനയുണ്ട്. എങ്കിലും ഈ പോസിറ്റീവ് സൂചനകൾക്കിടയിലും ആശങ്കകൾ പൂർണ്ണമായി മാറിയിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ചില കഠിന നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒന്നാമതായി ഇറാന്റെ പരമാധികാരവും അവകാശങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കണം. രണ്ടാമതായി അക്രമങ്ങളിലൂടെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. മൂന്നാമതായി ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകണം. ഈ നിബന്ധനകൾ അംഗീകരിച്ചാൽ മാത്രമേ പൂർണ്ണമായി വെടിനിർത്തൽ സാധ്യമാകൂ എന്നതാണ് ഇറാന്റെ നിലപാട്. ഹോർമൂസ് കടലൊടുക്കിന്റെ കാര്യത്തിലും അമേരിക്ക വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഹോർമൂസ് തുറക്കേണ്ടത് അമേരിക്കയുടെ ബാധ്യത അല്ല എന്നും അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ് അതിനായി മുന്നോട്ട് വരേണ്ടതെന്നും ട്രംപ് വ്യക്തമാക്കി. ഞങ്ങളുടെ സൈന്യം ദീർഘകാലം അവിടെ തുടരില്ല. ഇറാന്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന ശക്തിയും ഇല്ലാതാക്കിയ ശേഷം അമേരിക്ക പിന്മാറും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിനിടെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാൻ ഇടയാകുന്ന മുന്നറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ സായുധ വിഭാഗമായ IRGC അമേരിക്കൻ ടെക് കമ്പനികളെ ലക്ഷ്യമിട്ട് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇറാന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ആപ്പിൾ, മെറ്റ, ഗൂഗിൾ തുടങ്ങിയ കമ്പനികൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്ക് സാങ്കേതിക പിന്തുണ നൽകുന്നതിൽ ഇവർ പങ്കാളികളാണെന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അമേരിക്ക ഈ ഭീഷണികളെ തള്ളിക്കളഞ്ഞു. എന്തുതരം ആക്രമണങ്ങളും നേരിടാൻ സജ്ജമായാണ് US സൈന്യം മേഖലയിലുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത വീണ്ടും ഉയർന്നിരിക്കുകയാണ്. അതേസമയം പുതിയ വിവാദങ്ങൾക്കും വഴിയൊരുങ്ങിയിട്ടുണ്ട്. തുർക്കിക്കെതിരെ നടന്ന മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട ഇറാനെതിരെ ആരോപണങ്ങൾ ഉയർന്നെങ്കിലും ഇത് തങ്ങളുടെ പ്രവൃത്തിയല്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. സംയുക്ത അന്വേഷണത്തിന് തയ്യാറാണെന്നും അബ്ബാസ് അരക്ചി അറിയിച്ചു. ഇതിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള നയതന്ത്ര വാതിലുകൾ പൂർണ്ണമായി അടഞ്ഞില്ല എന്നും വ്യക്തമാകുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ വിവിധ രാജ്യങ്ങൾക്ക് ഇടപെടൽ ശക്തമാക്കിയിട്ടുണ്ട്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് 5 നിർണായക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉടൻ വെടിനിർത്തൽ, പരമാധികാരം മാനിക്കൽ, സമാധാന ചർച്ചകൾ ആരംഭിക്കൽ, സൈനികർക്കെതിരെ ഊർജ്ജ പദ്ധതികൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തൽ, ഹോർമൂസിലൂടെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ദീർഘകാല സമാധാനത്തിനായി UN ഇടപെടണമെന്ന് ഈ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനെതിരെ ഇറാൻ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന നിലപാടും ഇറാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് ജനറൽ പോലും അടിക്കടി നിലപാട് മാറ്റുന്ന അമേരിക്കയുമായി ഇനി ചർച്ചയില്ല എന്ന നിലപാട് ആവർത്തിച്ചതോടെ നയതന്ത്ര ചർച്ചകൾക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ വ്യക്തമാണ്. എന്നിരുന്നാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആഗോള സമ്മർദ്ദം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയും അതിനൊപ്പം നിലനിൽക്കുന്ന അനിശ്ചിതത്വവും ചേർന്ന് ഒരു സങ്കീർണ ഘട്ടത്തിലാണ് ലോകം ഇപ്പോൾ. വിപണിയിൽ പ്രതീക്ഷയോടെ മുന്നേറുമ്പോഴും രാഷ്ട്രീയവും സൈനികവുമായ അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും തുടരുന്നു. വരും ദിവസങ്ങളിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങളാണ് ഈ സംഘർഷത്തിന്റെ ഭാവി നിർണ്ണയിക്കുക എന്നത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.